കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. ശ്രീലകത്ത് അതാ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ പുഞ്ചിരി തൂകി നിൽക്കുന്നു. കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്തിരിക്കുന്നു. കയ്യിൽ താമരയും ഓടക്കുഴലുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 2 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം കാണുവാൻ എന്തൊരു മനോഹരമാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു കൗതുകമാണ്. ആ കണ്ണൻ്റെ ആ രൂപം കണ്ട സമയത്ത് ഭക്തന്മാരെല്ലാവരും നാമം ജപിച്ച് അതാ കണ്ണൻ്റെ അടുത്തേക്ക്, ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് ഓടി ഓടി വന്ന് ആ കണ്ണനോട് പ്രാർത്ഥിച്ച് ആ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു. ആ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം, പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ താമരയും ഓടക്കൊള്ളും പിടിച്ച് ആ പുഞ്ചിരി തൂകി നിൽക്കണ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കാം. ഒരു നിമിഷം നിങ്ങളെല്ലാവരും കണ്ണടയ്ക്കാം. ആ രൂപം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് ആ ഹൃദയത്തിൽ, ആ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. ആ കണ്ണൻ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവും. പരമമായ സത്യം അത് കണ്ണൻ മാത്രമേ ഉള്ളൂ. യാതൊരു സങ്കോചവും കൂടാതെ നാമങ്ങൾ ഉറക്കെ ജപിച്ചോളൂ. ആ നാമം കേട്ട് കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വരും, അതുറപ്പാണ്. നാരായണ 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 ഉറക്കെ എല്ലാവരും ജപിച്ചോളൂ കേട്ടോ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും എപ്പോഴും ജപിക്കാം. അത്യുത്തമമായ മന്ത്രമാണ്. നമ്മുടെ ജീവിതം സുഖപ്രദമാക്കുവാനും ഐശ്വര്യപ്രദമാക്കുവാനും ആയുരാരോഗ്യ സൗഖ്യം നൽകുവാനുമുള്ള ഋഷീശ്വരന്മാർ കൈമാറി തന്ന അമൂല്യ നിധിയാണ് ഈ നാമത്രയ മന്ത്രം. എല്ലാവരും ഉപാസിച്ചോളൂ, ജപിച്ചോളൂ. യാതൊരു സംശയവും വേണ്ട. ഗുരുവായൂരപ്പൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി തരും. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.